ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ പ്ലാൻസ് അത് കാരണം കൊണ്ട് തന്നെ അയക്കാനും കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചവരോടെല്ലാം ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേരുടെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അപ്പോൾ ഞാൻ കോള് വിളിച്ചിട്ട് കിട്ടാത്തവരോട് ആദ്യം തന്നെ ഒന്ന് സോറി പറയട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്ലാന്റുകൾ ഇതുവരെയുള്ള ഓൾമോസ്റ്റ് ഓർഡറുകൾ അയച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കുറച്ച് പേരുടെ സ്പീഡ് പോസ്റ്റ് പറഞ്ഞ 2-3 പേരുടെയും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനി ആരുടെയെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിലോ ഒരു ഇൻഫർമേഷൻസും എനിക്ക് തരാൻ പറ്റാത്തവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ദയവ് ഇതിനൊന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദയവ് ഇത് സഹകരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ഓഫർ സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മളുടെ സീഡ്ലിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മാക്സിമം വന്നത് 25 വെറൈറ്റിയാണ്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 27 വെറൈറ്റിയാണ് നമ്മൾക്ക് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെറൈറ്റീസ് ഏതൊക്കെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ നമ്മളുടെ കൊറിയർ സർവീസ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതാണ്. DTDC സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏത് കൊറിയർ സർവീസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യേണ്ടതാണ് കേട്ടോ. അല്ലാത്ത പക്ഷേ നമ്മൾ DTDC കൂടി മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നത്. അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് UPI ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിരിക്കും കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡുകൾ എടുക്കുന്നത്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ട് പൈസ തരാം എന്ന് പറയുന്ന സംഭവങ്ങളും സമ്പ്രദായങ്ങളൊന്നും നമുക്ക് നിലവിലുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ. പിന്നെ ചില ആളുകൾ കുറച്ച് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഒരു അറിവ് അഡ്രസ്സൊന്നും ഉണ്ടാവില്ല. കുറേ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പേയ്മെൻറ്റ് ഇട്ടിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഇടും. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ അവർ ഓർഡർ ചെയ്ത പ്ലാന്റുകളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നമ്മൾ ആർക്കും വേണ്ടിയിട്ടും പ്ലാന്റുകൾ എടുത്ത് വയ്ക്കുന്നതായിരിക്കില്ല. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് തരാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ആരുടെയും കാര്യം. നമുക്കിതിനു മുമ്പ് കുറേ പേരുടെ അങ്ങനെ കീപ്പ് ചെയ്തിട്ട് ആ ഓർഡറിൽ അവർ ക്യാൻസൽ ചെയ്ത സമയത്ത് നമുക്ക് ഓർഡർ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് ഏതാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ വരുന്നത് ട്രൈക്കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ്. കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അധികം പ്ലാന്റിന് ഓർഡർ ചെയ്തെങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ കുറവായിരുന്നു. അപ്പോൾ ഓരോ വെറൈറ്റിയുടെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പറയുന്ന ടൈമിൽ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് 5 മാൻ റെഡിൻ്റെ പ്ലാന്റാണ് കേട്ടോ. 5 മാൻ റെഡിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മാക്സിമം കോളുകൾ ഒഴിവാക്കി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത് വരുന്നത് നമ്മളുടെ കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റാണ് കേട്ടോ. കൊച്ചിൻ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ സൈസും കാര്യങ്ങളെല്ലാം കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ് ഓർഡർ ചെയ്യാട്ടെ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിങ്ക് ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെച്ചൂർഡ് ഫോം എങ്ങനെയാണ് എന്നുള്ളത് റെഫറൻസ് പിക്ക് ഞാൻ ഈ ബിറ്റിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ വെറൈറ്റിയുടെ റെഫറൻസ് പിക്കുകൾ നമ്മൾ കാണിച്ച് തന്നെയാണ് പോകുന്നത്. കാര്യം കസ്റ്റമറിന് ഈ ബേബി പ്ലാന്റ്സിനൊന്നും തന്നെ മദർ പ്ലാന്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ടാവണമെന്നില്ല. അടുത്ത് വരുന്നത് സിർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളറൊക്കെ കയറി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. സിർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ വട്ടം സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് നമ്മളുടെ പിങ്ക് കുങ്കുമിൻ്റെ പ്ലാന്റാണ് കേട്ടോ. മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റാണ്. മജന്ത കുങ്കുമിൻ്റെ അത്യാവശ്യം നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഓൾമോസ്റ്റ് പ്ലാന്റുകളും ഡബിൾ ഷൂട്ടാണ് കേട്ടോ. ഞാൻ സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റ് എടുത്തു എന്നേ ഉള്ളൂ. ആർക്കും കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ബുഷിയായിട്ടുള്ള പ്ലാന്റ് കാണിച്ചിട്ട് ചെറിയ പ്ലാന്റൊക്കെ കൊടുത്തെന്നുള്ളൊരു പരാതി ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുത്ത് വരുന്നത് നമ്മളുടെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ്.
അത്യാവശ്യം മെച്ചോർഡല്ല, അത്യാവശ്യം കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ജയ്പോങ് റെഡിൻ്റെയും സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റിന് പ്രത്യേകത പറയുകയാണെങ്കിൽ എല്ലാ പ്ലാന്റുകൾക്കും നന്നായിട്ട് റൂട്ട് ഫോർമേഷൻ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടുകളുള്ള പ്ലാന്റുകളാണ്. അടുത്തത് വരുന്നത് നമ്മുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ നമുക്ക് ട്രൈ കളറിൻ്റെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നെറ്റ് പോട്ട് റിമൂവ് ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്വയർ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് നമ്മളുടെ ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഫയർ റെഡ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ആ ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി യെല്ലോ ആകും. അതുപോലെ തന്നെ നടുക്കുള്ള റെഡ് നന്നായിട്ട് സ്പ്രെഡായി വരികയും ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഫയർ റെഡിൻ്റെ പ്ലാന്റ്. ഇങ്ങനെയാണ് മെച്ചോർഡ് ഫോമായ ഒരു ഫയർ റെഡ് പ്ലാന്റിൻ്റെ കണ്ടീഷൻ. അടുത്തത് വരുന്നത് ഗ്രീൻ ലിസയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രീൻ ലിസ അല്ലെങ്കിൽ ടോംസ് പ്രൈഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഗ്രീൻ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ തന്നെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഗ്രീൻ ലിസ കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് ഫോം വരുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ 24 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് 24 ക്യാരറ്റിൻ്റെ പ്ലാന്റ് അത്യാവശ്യം ചെറിയ സൈസാണ് കേട്ടോ വരുന്നത്. പക്ഷേ എങ്കിൽ നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ഈ ഒരു കോംബോയിൽ തന്നെ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രം കുറച്ച് ചെറിയ സൈസാണ്. ബാക്കിയുള്ള എല്ലാ പ്ലാന്റുകളും തന്നെ സീഡ്ലിംഗ് സൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ്. അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ റോട്ടണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇതും പല പ്ലാന്റുകളും മൾട്ടിപ്പിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മുടെ ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ചൈന റെഡിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. നല്ല പിങ്ക് കളറാണ്. ഇതെല്ലാം കൂടി ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് റെഫറൻസ് പിക്ക് വരുന്നത്. അടുത്തത് വരുന്നത് ഫയർ വർക്ക് ഗ്രീൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഫയർ വർക്ക് ഗ്രീനിൻ്റെ ലീഫുകളിൽ ഗ്രീനും യെല്ലോയും റെഡും സ്പോട്ടായിട്ടുള്ള പ്ലാന്റാണ് ഫയർ വർക്ക് ഗ്രീന്. അതുപോലെ ഫയർ വർക്ക് റെഡാണ് അത്, അല്ലെങ്കിൽ ഫയർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫയർ വർക്ക് ഗ്രീൻ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് മെർലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. മെർലിൻ്റെ പ്ലാന്റിൻ്റെയും റെഫറൻസ് പിക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ കളറ് നന്നായിട്ട് കയറി വന്നിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അതുപോലെ ചില പ്ലാന്റുകൾക്ക് അത്ര അങ്ങോട്ട് കളറ് വരാത്ത പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ബ്യൂട്ടി വൈറ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സിംഗിളായിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും റേറ്റ് കുറവിൽ കൊടുക്കുന്ന ഒരു വെറൈറ്റി ഇതാണ്. പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ്. റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റും ഒരുപാട് വലിയ സൈസൊന്നുമില്ലെങ്കിലും കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. വളർന്നു വരുന്നതനുസരിച്ച് ഇതിനൊരു ക്യാബേജിൻ്റെ ലീഫിൻ്റെ പോലെ ഒരു ലീഫിന് ഒരു ബൗൾ ഷേപ്പൊക്കെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് റെഡ് ക്യാബേജ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് വരുന്നത് നമ്മുടെ വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റാണ്. വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റും തീരെ ചെറിയ സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം നമ്മൾ ഓരോന്നിൻ്റെയും സൈസും കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷം കയ്യിൽ കിട്ടുമ്പോൾ അയ്യോ ഇത് ചെറുതായിരുന്നു എന്ന് പറയാനിട വരരുത്. അടുത്തത് ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് ആണ്. മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് മെച്ചോർഡ് ഫോമിൽ എത്തിയൊരു ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റിനാണെങ്കിലും സൈസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീഡ്ലിങ്സിനും സൈസ് ചെറുതായിരിക്കും. മറ്റു പ്ലാന്റുകളെ അപേക്ഷിച്ചിട്ട് സീഡ്ലിങ്സും സൈസ് ചെറുതായിരിക്കും കേട്ടോ. അടുത്ത വെറൈറ്റി വരുന്നത് പിങ്ക് ഡാൽമേഷ്യൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് ഡാൽമേഷ്യൻ്റെ അത്യാവശ്യം നല്ല കളറൊക്കെ കയറി വന്ന് തുടങ്ങിയ പ്ലാന്റ്. അതുപോലെ തന്നെ ആവശ്യത്തിന് വലിപ്പമുള്ള സൈസിലുള്ള സീഡ്ലിങ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആകും കേട്ടോ. ഇതുപോലെ ആകും പിങ്ക് ഡാൽമേഷ്യൻ്റെ പ്ലാന്റുകൾ കേട്ടോ. അടുത്തത് നമ്മുടെ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ.
നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ലീഫുകൾക്ക് പ്രത്യേകം ഒരു ഷേപ്പും അതുപോലെ തന്നെ കുറച്ച് വളവും മടക്കുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കാണാനും പ്രത്യേകം ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയിൽ പിങ്കും യെല്ലോയും ഗ്രീനും ഷെയ്ഡ് കയറി നല്ല ഭംഗിയായി വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ബട്ടർഫ്ലൈ. അടുത്തത് നമ്മുടെ കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ല സൈസിലുള്ള അല്ലെങ്കിൽ നന്നായിട്ട് കളറൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഈ പ്രാവശ്യം സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു മെച്ചൂർഡ് ഫോമിലെത്തിയ കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ് ഇരിക്കുക. അടുത്ത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. സൂപ്പർ വൈറ്റിൻ്റെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സീഡ്ലിങ്സ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സൈസും കയറി വന്നിട്ടുള്ള പ്ലാന്റുകൾ ആണ് നമുക്കിപ്പോൾ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതാണ് റെഫറൻസ് പിക്ക് വരുന്നത്. അടുത്തത് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ്. റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ 3-4 ലീഫുകളുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് ഞാൻ പറയുന്നത് പോലെ തന്നെ ഒന്നിൻ്റെ ഞാൻ പറയുന്നില്ല വീഡിയോയിൽ. ഞാൻ എഴുതി കാണിക്കുന്നത് കൃത്യമായി നോട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക കേട്ടോ. ഇങ്ങനെയാണ് ഒരു മെച്ചൂർഡ് ഫോമിലുള്ള റെഡ് സ്റ്റാർ ഡസ്റ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ റെഡ് വൈനിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് വൈനിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ കാണിക്കുന്നില്ല. കാര്യം അതിൻ്റെ ഒരു മെച്ചൂർഡ് ഫോമിലെത്തിയ ലീഫിന് എന്ത് കളറാണോ ഉള്ളത് അത് കണ്ടോ ഇതുപോലെയാണ് എല്ലാ ലീഫുകളും വരാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് വൈൻ. ഇത് റോട്ടണ്ടൻ ടൈഗർ ആണ് കേട്ടോ. ചില ആളുകൾ റെഡ് വൈൻ എന്ന് പറഞ്ഞ റോട്ടണ്ടൻ ടൈഗർ നമുക്ക് ഓർഡർ തരാറുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് വൈൻ നമ്മൾ കോംബോയിൽ മാത്രം കൊടുക്കുന്നുള്ളൂ. അടുത്തത് വരുന്നത് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് വാലന്റൈൻ്റെ നല്ല ഭംഗിയുള്ള നന്നായിട്ട് നല്ല ഷേപ്പൊക്കെ ആയ അതുപോലെ നല്ല കളറും ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്ന ഈ 27 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 അങ്ങനെ മൊത്തം 27 വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. കോംബോ പ്രൈസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്